സെക്കൻഡ് വീഡിയോയിലുള്ള ഒരു പോർഷനാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വന്ന ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു റാൻഡം വേരിയബിൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താന്ന് പറഞ്ഞു, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ടെന്നും അതുപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക. ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ആവറേജിനെ തന്നെയാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം മീൻ, പിന്നെ മോഡ്, മീഡിയൻ, ജോമെട്രിക് മീൻ, പിന്നെ അരിത്മെറ്റിക് ഹാർമോണിക് മീൻ ഒക്കെ കണ്ടുപിടിച്ചു. അപ്പൊ അതൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആവറേജ് ആണ്. അവിടെ നമുക്ക് എക്സ് വാല്യൂസും അതല്ലെങ്കിൽ എക്സ് വാല്യൂസ് അല്ലെങ്കിൽ അവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, എക്സ് വാല്യൂസും അതുപോലെ ഫ്രീക്വൻസീസും തരുവാണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അവിടെ പഠിച്ചത്. പക്ഷെ ഇനി നമ്മൾ റാൻഡം വേരിയബിൾ ഒരു റാൻഡം വേരിയബിളിന് അസോസിയേറ്റഡ് ആയിട്ട് എപ്പോഴും പ്രോബബിലിറ്റി ആയിരിക്കും. x1 കറസ്പോണ്ടിങ് ടു ഒരു p1 ആയിരിക്കും, x2 കറസ്പോണ്ടിങ് ഒരു p2 ആയിരിക്കും. അങ്ങനെ റാൻഡം വേരിയബിളും അതുപോലെ അതിന്റെ പ്രോബബിലിറ്റീസും തരുവാണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക? ആ ആവറേജിനാണ് നമ്മൾ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, മാത്തമാറ്റിക്കൽ ആവറേജ്. നോക്കാം. We have studied earlier the important ideas on probability, random variables and probability distribution associated with it. A probability distribution can often be summarized in terms of a few of its characteristics known as the moments of a distribution. For this purpose, here we introduce the notion of mathematical expectation. അപ്പോൾ മൊമെന്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എക്സ്പെക്ടേഷന്റെ ടേംസിൽ എങ്ങനെയാണ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക? ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഈ ആവറേജുകൾ, അതൊക്കെ ആവറേജ് പഠിച്ചു, അതുപോലെ ഡിസ്പേർഷൻസ് പഠിച്ചു, മൊമെന്റ്സ് പഠിച്ചു. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഈ പ്രോബബിലിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ ഇതെന്ന് പറഞ്ഞൊരു സിമ്പിൾ ടോപ്പിക് ആണ്, നിങ്ങൾക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടൊക്കെ ചോദിക്കും. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. നമുക്കതുകൊണ്ട് റാൻഡം വേരിയബിൾ അറിയണം, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്ന് അറിയണം, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അറിയണം, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ടെന്നും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടെന്ന് അറിയണം. കാരണം ഡിസ്ക്രീറ്റ് കേസിൽ എക്സ്പെക്ടേഷൻ ഒന്നായിരിക്കും, കണ്ടിന്യൂസ് കേസിൽ വേറെ ആയിരിക്കും. കാരണം ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ സമ്മേഷൻ ആണ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് കേസിൽ ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം രണ്ടിലും എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കേണ്ട മെത്തേഡും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഡെഫിനിഷൻ നോക്കാം. If x is a discrete random variable with probability function p of x, ഒന്നെങ്കിൽ നമുക്ക് ആ പ്രോബബിലിറ്റി ഫംഗ്ഷനെ p of x എന്ന് വിളിക്കാം, അല്ലെങ്കിൽ f of x, small f of x. Then the expected value of x is, then അപ്പോൾ നമ്മൾ x എന്ന് പറഞ്ഞൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് റാൻഡം വേരിയബിൾ ആണ് പറയാം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് സമ്മേഷൻ x ഇൻറ്റു p of x ആണ്. x എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്, p of x എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പ്രോബബിലിറ്റി ഫംഗ്ഷൻ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അപ്പൊ അതിനെ എക്സ്പെക്ടേഷൻ ഓഫ് x ഈക്വൽ ടു സമ്മേഷൻ x ഇൻറ്റു p of x. ഇനി അതുപോലെ if x is a continuous random variable with the probability density function, continuous random variable അറിയുമ്പോൾ നമ്മളെപ്പോഴും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് പറയാം. അപ്പം x എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ട്, കറസ്പോണ്ടിങ് ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x ഇൻറ്റു f of x dx. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഉദ്ദേശിക്കുന്നത് ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഓരോ പ്രോബ്ലം നോക്കുമ്പോഴും എക്സിന്റെ റേഞ്ച് എന്താന്ന് നോക്കുക. അപ്പൊ എക്സിന്റെ റേഞ്ച് വെച്ച്, റേഞ്ച് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടുന്ന് എൻഡ് ചെയ്യുന്നു, ആ ഒരു ഇതിൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതാണ് ഡെഫിനിഷൻ. അപ്പൊ നിങ്ങളോട് എന്താണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതുക. അത് ഡിസ്ക്രീറ്റിന്റെ ഇന്നതാണ്, കണ്ടിന്യൂസിന്റെ ഇന്നതാണെന്ന് എടുത്തു പറഞ്ഞിട്ട് വേണം എഴുതാൻ. നോട്ട് പോകാം. അതിൽ ഒന്നാമത്തത്, if x is a random variable assuming the values x1, x2, etc., xn with the corresponding probabilities p1, p2, etc., pn, then the expected value of x is defined as. അപ്പോൾ നമ്മുടെ കയ്യിൽ റാൻഡം വേരിയബിൾ ഉണ്ട്, അതെടുക്കുന്ന വാല്യൂസ് ആണ് x1, x2, etc., xn. അതുപോലെ നമുക്ക് ആ ഓരോ റാൻഡം വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് അറിയാം. അതാണ് x1ന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി p1 ഉണ്ട്, x2ന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി p2 ഉണ്ട്, അപ് ടു xn കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി pn ഉണ്ട്. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് എന്താണ്? x1 into p1 plus x2 into p2
പ്ലസ് എക്സെട്ര എക്സ് എൻ പി എൻ. ഇങ്ങനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ പി ഐ. ഈ പ്രോബിലിറ്റിന്റെ സം എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Expectation of x denotes the average of the values that the random variable takes on, where each value is weighted with the probability that the random variable is equal to that value. അപ്പം expectation of x എന്ന് പറയുന്നത് average of these random variable ആണ്. അത് മനസ്സിലാക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? As regards terminology, expected value is also called expectation, mathematical expectation, mean or average. അപ്പോൾ നമ്മൾ expectation എന്ന് പറയുന്നതിനെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ മീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയാം. നാലാമത്തെ എന്താണ്? ഫോർ ഓൾ റാൻഡം വേരിയബിൾസ് എക്സ്പെക്ടേഷൻ ഡു നോട്ട് എക്സിസ്റ്റ്. ദാറ്റ് ക്യാൻ ബി ഇലുസ്ട്രേറ്റഡ് ബൈ ദ ഫോളോയിങ് എക്സാമ്പിൾ. ഇനി എല്ലാ റാൻഡം വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഒരു എക്സ്പെക്ടേഷൻ എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ നമ്മളുടെ അടുത്ത് നമുക്ക് പല തരത്തിലുള്ള റാൻഡം വേരിയബിൾ ഉണ്ട്. അതിനൊന്നും എല്ലാ റാൻഡം വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്സ്പെക്ടേഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ നോട്ടിൽ എന്തൊക്കെയാ പറഞ്ഞേ? എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉണ്ട്. അത് എടുക്കുന്ന വാല്യൂസ് x1, x2, എക്സെട്ര xn ഉം കറസ്പോണ്ടിങ് പ്രോബിലിറ്റി p1, p2, എക്സെട്ര pn ഉം ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് x1 into p1 plus x2 into p2 എക്സെട്ര plus xn into pn ആയിരിക്കും. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ആവറേജ് ആണ്. ആവറേജ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. അതുപോലെ മൂന്നാമത്തത് എന്താണ്? എക്സ്പെക്ടേഷൻ നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയാം, അല്ലെങ്കിൽ മീൻ എന്ന് പറയാം. പിന്നെന്താ പറഞ്ഞ നാലാമത്തത്? എല്ലാ റാൻഡം വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പെക്ടേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. കൺസിഡർ എ റാൻഡം വേരിയബിൾ എക്സ് അസ്യൂമിംഗ് ദ വാല്യൂസ് 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, എക്സെട്ര. വിത്ത് പ്രോബിലിറ്റി ലോ p of x equal to x factorial equal to e raised to minus 1 by x factorial. അപ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ എന്ന ഇതിലാണ്. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതെന്താണ്? p of x എന്ന് പറയുന്നത് e raised to minus 1 by x factorial. അപ്പൊ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? സമ്മേഷൻ എക്സിന്റെ റേഞ്ച് എവിടെയാണ്? 0 to infinity വരെയാണ്. 0 to infinity x factorial into p of x equal to x factorial. എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്? x into p of x. ഇവിടെ എക്സുകളല്ല, എക്സ് ഫാക്ടോറിയലുകളാണ്. എക്സ് ഫാക്ടോറിയൽ into p of x into x equal to x factorial. p of x എന്താണ്? അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? summation 0 to infinity x factorial into e raised to minus 1 by x factorial. x factorialum x factorialum cancel ചെയ്തു പോകും. e raised to minus 1 ഒരു കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട്സൈഡ് എടുക്കുക. e raised to minus 1 summation 0 to infinity 1. നമ്മൾ 1നെ 0 to infinity സം ചെയ്ത് എന്താ കിട്ടുക? ഇൻഫിനിറ്റി ആണ് കിട്ടുക. ഇതൊരു ഡൈവേർജന്റ് ആണ്. ഇത് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഇൻഫിനിറ്റി ആണ് കിട്ടുക. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻ ദിസ് കേസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. കൺസിഡർ എ റാൻഡം വേരിയബിൾ എക്സ് ഹാവിംഗ് ദ PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x equal to 1 by x square ആണ്. ഇത് PDF ആണ്. നേരത്തെ പറഞ്ഞ PMF ആണ്. അതാണ് സമ്മേഷൻ എടുത്തത്. അപ്പോൾ മാസ് ഫംഗ്ഷൻസ് ആണ്. ഇവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. റേഞ്ചിൽ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിലാണ് എക്സ് വാല്യൂ കിടക്കുക. അപ്പോൾ f of x എന്ന് പറയുന്നത് 1 by x square ആണ്. എക്സിന്റെ വാല്യൂ എവിടെ മുതലാണ്? 1 മുതൽ ഇൻഫിനിറ്റി വരെ. അത് 0 അതർവൈസ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്? ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓവർ ഏതാണ്? എക്സിന്റെ റേഞ്ച് 1 to infinity ആണ് അല്ലെ? എക്സിന്റെ റേഞ്ച് 1 സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റി വരെ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഇന്റഗ്രൽ ഓവർ 1 to infinity എക്സ് ഇൻറ്റു 1 by x square. അപ്പം ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. ഈക്വൽ ടു ഇന്റഗ്രൽ 1 to infinity 1 by x dx. ഇനി ഈ പിന്നെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റിയിലോട്ടാണ് പോവുക. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. നമ്മളിപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ? ഒരു റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് കേസിലാവുമ്പം സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് വരും. എന്താണ്? കണ്ടിന്യൂസ് കേസിലാവുമ്പം ഇന്റഗ്രൽ
എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ജി ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ്. ജി ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്താണ്? സമ്മേഷൻ ജി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? ആ ജി ഓഫ് എക്സ് വരും. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഫോർ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. പിന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് വരും ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഫംഗ്ഷൻ എക്സിന്റെ ഫംഗ്ഷൻ എന്താണോ വരുന്നത് അത് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, അല്ലെങ്കിൽ പിന്നെ ഡിസ്ക്രീറ്റ് കേസിൽ സമ്മേഷൻ ആ ഫംഗ്ഷൻ ഇൻറ്റു പി ഓഫ് എക്സ്. അങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് സി ഈക്വൽ ടു സി. സി ബീയിങ് എ കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് ഇറ്റ്സെൽഫ് ആയിരിക്കും. ഇപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എ ഈക്വൽ ടു എ ആയിരിക്കും. എ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ ഈക്വൽ ടു എ. ഇപ്പൊ ബി ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ബി ഈക്വൽ ടു ബി. അപ്പൊ കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ എപ്പോഴും ആ കോൺസ്റ്റന്റ് ഇറ്റ്സെൽഫ് ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രൂഫാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് പി ഡി എഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് സി ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എന്താണോ അത് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ആ ഇന്റഗ്രൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ എന്താണ്? ഒരു ഡെൻസിറ്റി ഫംഗ്ഷനെ അതിന്റെ റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. സി ഇൻറ്റു 1 ഈക്വൽ ടു സി. അതുപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എക്സ്പെക്ടേഷൻ ഓഫ് സി ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ്. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എന്താണ്? ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ. അപ്പൊ അതെന്താണ്? ആ സീനെ പുറത്തേക്ക് എടുക്കുക. സി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. ആ സി ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ. അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിംഗ് ദ പി ഡി എഫ് എഫ് ഓഫ് എക്സ്. ലെറ്റ് ജി ഓഫ് എക്സ് ബി എനി ഫംഗ്ഷൻ ഓഫ് എക്സ്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഓഫ് സി ജി ഓഫ് എക്സ് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് സംതിങ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓവർ ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് സി ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ സി ഇൻറ്റു ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്ക് സീനെ ഔട്ട് സൈഡ് എടുക്കാം, കാരണം അത് കോൺസ്റ്റന്റ് ആണ്. സി ഇൻറ്റു ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതെന്താണ്? ഈ ഇന്റഗ്രൽ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവിടെ മുകളിൽ കൊടുത്ത് നമുക്ക് ആ എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്താണ്? ഇന്റഗ്രൽ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് ആണെന്ത്? ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ സി ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ്. ഇതിന്റെ പ്രൂഫാണ്. അടുത്ത പ്രോപ്പർട്ടി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി, വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്. എയും ബിയും ഒരു കോൺസ്റ്റന്റ് ആണ് എങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ആയിരിക്കും. പ്രൂഫ് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓവർ എ എക്സ് പ്ലസ് ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. നമുക്ക് ഇനി ആ പ്ലസിന്റെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്താം. ഇന്റഗ്രേഷൻ നമുക്ക് എങ്ങനെയാ എന്താണ് അഡീഷണൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ എഴുതാം, എ ഇൻറ്റു ഇന്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എന്താണ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പം ഇവിടെ എനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ എന്താണ്? ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ഇന്റഗ്രൽ ഓവർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഡെൻസിറ്റി ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 ആണ്. അപ്പൊ എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി കിട്ടി. ഇനി അടുത്ത എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ്. അപ്പൊ രണ്ട് ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ്
ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഈ എക്സ്പെക്ടേഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും.